Hi. Good morning. Ajay, you have a question? Yeah. Would you rather be the smartest person in the room but ignored, or the least intelligent but highly influential? ഒന്നുകൂടെ പറയാം. ഒന്ന് smartest person in the room but ignored, less intelligent but highly influential. Smartest person in the room. Why? ഞാൻ അങ്ങനെയാണ്. But you are ignored. That's a question. ഇല്ല, എന്തായാലും പറയാ, ഞാനൊരു സ്മാർട്ടസ്റ്റ് പേഴ്സൺ തന്നെയാണ്. പക്ഷെ ഞാൻ അത് ഇഗ്നോർ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി താൻ ഇഗ്നോർ ചെയ്യുന്നില്ല, മറ്റുള്ളവർ തന്നെ ഇഗ്നോർ ചെയ്യുന്നു. You are ignored. അതെ, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്റെ പ്രവൃത്തികളിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ ഞാൻ സ്മാർട്ടസ്റ്റ് പേഴ്സൺ ആണെന്നുള്ളത്. അപ്പൊ വെറുതെ എന്തിനാണ് അവരങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയുന്നത്? ഇഗ്നോർ ചെയ്യപ്പെടുവാണെങ്കിൽ which one will you choose എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാലേ അറിയുന്നേ. ഇപ്പൊ അജയ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണല്ലോ ഈ 10-11 പേര് ഇവിടെ കയറി വന്ന്. അപ്പൊ അത് താങ്കളുടെ ഇന്റലിജൻസ് കൊണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം. അതെ, ഓഫ് കോഴ്സ്, അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്ത് തെളിയിച്ചിട്ടാണ് ആ 11 പേരെ ഇവിടെ കൊണ്ടുവന്നത്? ഓക്കെ, ഞാൻ എല്ലാ രീതിയിലും തെളിയിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതായത് ഇവിടെ പ്രീ ഇതിന്റെ സെക്ഷൻ നടത്തിയത് നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എല്ലാ ഇതും തെളിയിച്ച് ഞങ്ങൾ 33 പാർട്ടിസിപ്പൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 33 പാർട്ടിസിപ്പൻസിൽ നിന്നും ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആണെന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ പോയിന്റ് വ്യത്യാസത്തിന് വന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ പോയിന്റ് വ്യത്യാസത്തിന് വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. Got your point. Okay, let's leave the topic. Let's move to something else. എനിക്ക് തോന്നുന്നു അജി ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്. ഇല്ല, അജിക്ക് ടെൻഷൻ ഉണ്ട്. ഇല്ല. സൂക്ഷിച്ചു നോക്കിയേ, അജി ഇപ്പൊ തല കറങ്ങി വീഴും. അത് ഒരിക്കലും നടക്കില്ല. ഓക്കെ, അങ്ങനെയാണ് അജി. Is social media bringing people together or causing as a reason of separating people? അജി സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളാണ്, നമുക്കറിയാം. അപ്പം ഈ സോഷ്യൽ മീഡിയ ആക്ച്വലി bringing people together or is it actually separating or causing separation? ബ്രിങ്ങിങ് രണ്ടും നടക്കുന്നുണ്ട്. അതായത് I'm asking one. Shall I select one? I know there are two things happening. അങ്ങനെയാണ് ഞാൻ ബ്രിങ്ങിങ് എന്നേ പറയത്തുള്ളൂ. കാരണം സോഷ്യൽ മീഡിയ വഴിയാണ് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടാകുന്നത്. സെപ്പറേറ്റിങ് കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് എന്താ പറയുന്നത്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒരു പ്ലാറ്റ്ഫോം എടുക്കുവാണെങ്കിൽ കോളേജിൽ തന്നെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ച് പേരെയൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നാളെ മറ്റെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു ഇതുണ്ടാകാൻ പറ്റുന്നുണ്ട്. Aji, do you dance? Yes, dancing. Okay, can you show me your signature dance move right now? Yeah, good. അജയ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതെ. Would you recommend EV, CNG or a normal fuel vehicle? ഞാൻ ഹൈബ്രിഡ് ചൂസ് ചെയ്യത്തുള്ളൂ അങ്ങനെയാണല്ലേ. കാരണം അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ EV മാത്രം എടുക്കുകയാണെങ്കിൽ ബാറ്ററി പോയി എല്ലാം തീർന്നു. മാത്രമല്ല ഫ്യൂൽ എഞ്ചിൻ എടുക്കുകയാണെന്ന് ആലോചിച്ച് നോക്കിയേ, എയർ പൊല്യൂഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് ഓടിക്കാൻ ഇഷ്ടവും അത് തന്നെയാണ്. അജയ് ഒരു ടീം പ്ലെയർ ആണെന്നൊക്കെ പറയുണ്ടായി. സോ സപ്പോസ് ഒരു ടീമില് യു പ്രസന്റ് an idea but the entire team rejects your idea, what would be your stand and how will you convince them to take up that idea? എന്റെ ടീം റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഐഡിയ ഫ്ലോപ്പ് ആണെന്നാണ് അർത്ഥം. കാരണം ഞാൻ എന്റെ ഐഡിയ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനേക്കാളും നല്ലൊരു ഐഡിയ വന്നുകൊണ്ടാണ് എന്റെ റിജക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. കാരണം നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നിയാൽ ഞാനും അത് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ടീമിൽ നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട, അല്ലാതെ ഞാൻ പിടിച്ചിട്ട് എന്റെ പോയിന്റ് ആണ് വലുത്, ഇതേ നടക്കത്തുള്ളൂ എന്ന് പറയാൻ അത് പറ്റില്ലല്ലോ. Yeah, which is more important, being liked or being respected? Being respected. Why? അത് എന്താ റെസ്പെക്റ്റഡ്? അതായത് ഞാനിപ്പോ സാർമാരെ റെസ്പെക്ട് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതായത് അല്ല, ഒരു മൂത്തവരെ റെസ്പെക്ട് ചെയ്യുന്നു. റെസ്പെക്റ്റും ഫിയറും ഒന്നാണോ? അല്ല, ഒരിക്കലും അല്ല. ഫിയർ ഔട്ട് ഓഫ് റെസ്പെക്ട്? അല്ല, റെസ്പെക്റ്റും ഫിയറും ഒന്നല്ല. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കുന്ന നമ്മളൊരു ബഹുമാനമാണ്. അതായത് ഞാനിപ്പോ ഒരു അച്ഛനെ കാണുമ്പോൾ ഞാനിപ്പോ എഴുന്നേറ്റ് നിന്നു, കാരണം ഞാൻ അച്ഛനെ കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. ഇപ്പൊ എന്നെ പണ്ട് അത് ഞങ്ങൾ പേടിയുടെ പേരിലാണ് അച്ഛനെ കാണിക്കാൻ ഞങ്ങൾ പറഞ്ഞാൽ, അല്ല, പേടിയുടെ പേരില് അത് അങ്ങനെ അച്ഛനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അല്ലെന്ന് പറയുമോ? അല്ലെന്ന് പറയും. എന്താ, എനിക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഹീസ് ഒരു ഹ്യൂമൻ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അജിയുടെ യങ്ങർ സെൽഫിന് അജി ഒരു പീസ് ഓഫ് അഡ്വൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇത്ര നാളും അജി വന്ന വഴി, അജിയുടെ ഇത്ര ഏജ് ആയിട്ടുണ്ട്. അപ്പൊ അജി ഇത്ര നാളും വന്ന ഈ വഴിയിൽ അജിയുടെ യങ്ങർ സെൽഫിന് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, what would be the advice you are advising yourself? ഒന്ന് പോസിറ്റീവ് ആയിരിക്കുക. അജി അപ്പൊ ഇത്ര നാൾ പോസിറ്റീവ് അല്ലായിരുന്നു? അതല്ല, അങ്ങനല്ല, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിരിക്കുക. അതായത് ഏതൊരു പ്രോബ്ലം വരുമ്പോഴും asking an advice which might help you to correct yourself. You might have not got that quality and you really need to advise your younger self to say that, yeah Aji, you have to be like this.
ആ സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് അതാണ് ചോദിക്കുന്നത്. ഒരു ഞാൻ ഇപ്പൊ എന്നോട് വന്ന ഒരാള് ഉപദേശം ശരിക്കും ഓൾറെഡി ഞാൻ പറഞ്ഞു പോസിറ്റീവ്. Your younger self right now, you are advising yourself to the younger self, one particular situation. ഞാനും പോസിറ്റിവിറ്റിനെ പറയത്തുള്ളൂ. കാരണം അജിക്ക് പോസിറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് advice അങ്ങനല്ല, മോർ പോസിറ്റീവ്. അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ ഏത് ഒരു അജി ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് പറയും. പോസിറ്റീവ് അജിക്ക് ഉണ്ടെന്ന് അജി പറയുന്നു, മോർ വേണ്ട നമുക്ക്. ഒന്നുകൂടെ ക്രിയേറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഇപ്പൊ കമ്പാരിറ്റീവ്ലി മറ്റു കാര്യം നോക്കുമ്പോൾ ചിലർ പറയുന്നില്ല അങ്ങനെ ക്രിയേറ്റിവിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരുന്നില്ല എനിക്ക്. ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി അജി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പം അജി മനസ്സിലാക്കി ഇപ്പൊ അജിക്ക് ക്രിയേറ്റിവിറ്റി കുറവാണ്, അപ്പൊ അത് കൂട്ടാൻ വേണ്ടി അജി എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ സ്റ്റെപ്പ്? ക്രിയേറ്റീവ് ആയ ആൾക്കാരുടെ കാര്യങ്ങൾ കാണുക, അവരെ ഫോളോ ചെയ്യുക, ഇതല്ലേ ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ കാലത്ത് ക്രിയേറ്റിവിറ്റിക്ക് ഒരു വലിയ റോൾ ഉണ്ടോ സക്സസിന്? ഓഫ് കോഴ്സ് ഉണ്ട്. ക്രിയേറ്റിവിറ്റിക്ക് നല്ല റോൾ ഉണ്ട്. കാരണം നമ്മുടെ ഐഡിയാസ്, നമ്മുടെ തോട്ട്സ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുമ്പോഴാണ് അവർ നമ്മളെ പറ്റി ഇത് ഓക്കെ ആണ് അല്ലെങ്കിൽ ഇയാളെ ഓക്കെ ആണ്. അതിപ്പോ ഞാനിപ്പോ ഇന്റർവ്യൂ എന്നിരിക്കുവാണെങ്കിലും ഞാൻ ചിലപ്പോൾ ഇന്റർവ്യൂ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും ആ ഒരു പാത്ത്. അതായത് എനിക്ക് ക്രിയേറ്റിവിറ്റി വെച്ച് ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ആ EV എങ്ങനെ നന്നാക്കാം? ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് ആൻസർ. EV എങ്ങനെ നന്നാക്കാമെന്ന് മനസ്സിലായി. യൂസിങ് യുവർ ക്രിയേറ്റീവ് ഐഡിയാസ്. അത് അഡ്വാൻസ്ഡ് ബാറ്ററി വെക്കുക എന്നുള്ളൂ, അതിന് വേറെ ഇതില്ല. ബാറ്ററി എന്താണെങ്കിലും ഒരു ലൈഫ് ഉണ്ട്. ഇത് അതൊരു ഒരു എക്യുപ്മെന്റ് ആയതുകൊണ്ട് അത് എന്തായാലും ലൈഫ് ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും മാറ്റി മറ്റൊരു അഡീഷണൽ ബാറ്ററി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.